ഈ 27 ദിവസമായി ഇവർ സമരം തുടരുകയാണ്. അപ്പോഴും ഡൽഹിയിൽ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് ഈ കാര്യങ്ങളൊക്കെ ആശാവർക്കർമാരുടെ ഓണറേറിയം അടക്കമുള്ള കാര്യങ്ങൾ നിർമ്മലാ സീതാരാമനുമായി ചർച്ച ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. എങ്കിലും ഇവരുമായി ഒരു കൂടിക്കാഴ്ചയ്ക്കോ ചർച്ചയ്ക്കോ ഈ നിമിഷം വരെയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരാളും തയ്യാറാവുന്നില്ല എന്നത് അതീവ ഖേദകരം തന്നെയല്ലേ? ഈ വനിതാ ദിനത്തിൽ അവർക്ക് എന്താണ് പറയാനുള്ളത് രാഹുൽ? മോത്തി, അത് തന്നെയാണ് ഈ വനിതാ ദിനത്തിലും സമരം തുടരുകയാണ്. നമുക്ക് ഈ സമര പന്തലിൽ ഇരിക്കുന്നവരുടെ തൊട്ട് മുകളിലുള്ളത് ആവശ്യങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ആവശ്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന കുറേയധികം അക്ഷരങ്ങളാണ്. അതിൽ ഒരു ഭാഗം മാത്രമാണ് ഇന്ന് മാറുന്നത്. അത് ദിവസമാണ്. അത് 27ലേക്ക് എത്തി നിൽക്കുകയാണ്. അതായത് 27 ദിവസമായി എന്ന തരത്തിലേക്ക് അത് മാത്രമാണ് 1 മുതൽ നമ്മൾ കണ്ടു തുടങ്ങിയതാണ്. ഇവർ പറഞ്ഞ ആവശ്യങ്ങൾ കേട്ടതാണ്. ആ ഘട്ടത്തിലൊക്കെ ഇതിൽ ചർച്ചയുണ്ടാകും. കാരണം ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ കാലത്ത് സർക്കാരിനൊപ്പം അത്രമാത്രം പിന്തുണയോടെ നിന്ന വിഭാഗമാണ്. അവരെ പരിഗണിക്കാതെ എങ്ങനെ മുന്നോട്ട് പോകാനാകുമെന്ന സാമാന്യ യുക്തി തരുന്ന ചോദ്യമാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ ആ 1-ൽ നിന്ന് 27ലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇന്ന് വനിതാ ദിനമാണ് എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ കാര്യമാണ്. കാരണം പല വനിതാ ദിനങ്ങളിലും ഇവരെ ആദരിക്കാനും ഇവരുടെ പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടാനും സർക്കാർ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ വനിതാ ദിനത്തിൽ അവർ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം തുടരുകയാണ്. അവർ രാവിലെ മുതൽ സമരപ്പന്തലിലുണ്ട്. ഇന്നെന്തായാലും വലിയ പ്രക്ഷോഭം തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് അവർ അറിയിക്കുന്നത്. ചേച്ചി, പല വനിതാ ദിനങ്ങളിലും നിങ്ങൾ ആദരിക്കുകയും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വനിതാ ദിനം നിങ്ങൾ അവകാശ പോരാട്ടത്തിന് വേണ്ടി 27 ദിവസം തുടരുകയാണ്. അതെ, ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് മുൻപന്തിയിലാണ്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ ഈ പൊരുവേലത്തിരിക്കുന്ന ഞങ്ങളെ കണ്ടില്ലേ, ഞങ്ങൾ ഫ്രണ്ടിലിരിക്കുകയാണ്. ഇങ്ങനെ പൊരുവേലത്തിരിക്കുന്ന ഞങ്ങൾ അവകാശങ്ങൾ നേടിയെടുക്കണം. അത് നമ്മുടെ മന്ത്രി കനി ഉണ്ടാകണം എന്നാണ് പറയാനുള്ളത്. കാരണം ഈ ഞങ്ങളാണ് ഈ അമ്മയും കുഞ്ഞും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു A to Z ഒരു ഏരിയയിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് നമ്മളാണ്. പക്ഷെ ആ നമ്മളെങ്ങനെ അവഗണിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ ഇന്ന് നമ്മൾ വീട്ടുകാരോടൊപ്പം ആഘോഷിക്കേണ്ട വനിതാ ദിനം ഇവിടെ ആഘോഷിക്കുന്നു. ആരോടൊപ്പം നമ്മൾ എല്ലാ വനിതകളുമാണ് അവരോടൊപ്പം ആഘോഷിക്കുകയാണ്. നീതി ലഭിക്കണമെന്നാണ് തന്നെയാണ് പറയുന്നത്. ഇതെങ്കിലും കണ്ടിട്ട് നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് ഒരു അനുകമ്പ ഉണ്ടാകണം. നമ്മുടെ അവകാശങ്ങൾ തരണം. നമ്മൾ നീതിക്ക് വേണ്ടിയാണ് പോകുന്നത്. നീതി നമുക്ക് ലഭിക്കണം. ചേച്ചി, 1 മാസത്തോളം അടുക്കുന്നു സമരം. എല്ലാ ദിവസവും ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഇവിടെ തന്നെയാണ് ഒരുപക്ഷെ അവസാനിക്കുകയും ചെയ്യുന്നത്. 27ാം ദിവസം എന്ത് തോന്നുന്നു? പ്രതീക്ഷയുണ്ടോ? 27 എന്തോ പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ വെയിലെന്നില്ല, മഞ്ഞെന്നില്ല, മഴയെന്നില്ല, രാത്രി ഇവിടെ കിടന്നു ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അത് പ്രതീക്ഷ തന്നില്ലെങ്കിൽ നമ്മൾ ആ പ്രതീക്ഷ ജയിച്ചിട്ടേ ഇവിടെ നിന്ന് പോവുള്ളൂ. ഇപ്പം കഴിഞ്ഞ മാസം ജോലിക്ക് പോയില്ലല്ലോ. ഈ മാസം ഇതുപോലെ അവരെന്ന് നമുക്ക് ചർച്ചയിൽ നമ്മളെ കാര്യങ്ങൾ വിജയിപ്പിച്ച് തരും. അതുവരെ ഞങ്ങൾ സമരത്തിലിരിക്കും. ഇന്നലെ ഇവിടെ മഴ പെയ്തപ്പോൾ ടാർപ്പാളിയും കെട്ടി. ഇന്നലെ അതും അഴിപ്പിച്ചവർ, രാത്രിയെ അഴിപ്പിച്ചു. അപ്പോൾ ഇത്രയെല്ലാം ഞങ്ങളടുത്ത് കാണിക്കും. പിന്നെ ഞങ്ങൾ എന്നിട്ട് ഈ പോലീസൊക്കെ ഉണ്ടല്ലോ ഞങ്ങളെ നിരീക്ഷണം തന്നെയാണ് ഈ വനിതാ ദിനത്തിലും അവർക്ക് പങ്കുവയ്ക്കാനുള്ളത് എന്ന് മനസ്സിലാക്കുന്നു രാഹുൽ. ഇതിനൊരു അറുതി ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് അവരിപ്പോഴും സമരം തുടരുന്നത് ഈ 27ാം ദിവസവും. രാഹുലിന് നല്ല ദിവസം ആശംസിക്കുന്നു. ഒപ്പം ഈ ആശാവർക്കർമാർക്കും വനിതാ ദിന ആശംസകൾ നേരുന്നു.